ഗാസയിൽ ഹമാസിനെ വളഞ്ഞിട്ടാക്രമിക്കുകയാണ് ഇസ്രയേൽ. എന്നാൽ ഇസ്രയേലിന് അപ്രതീക്ഷിത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ്. ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന്റെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ചുകൊണ്ട് പുതിയ ദിശയിൽ നിന്നും ഹമാസ് ആക്രമണം തുടങ്ങി. ഗാസയിൽ ഹമാസിനെ അകപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് ഇസ്രയേൽ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ സഹായത്തോടെ ലെബനോനിൽ നിന്നാണ് ഹമാസ് ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രതിരോധ നടപടികളെല്ലാം അവതാളത്തിലാക്കിക്കൊണ്ടാണ് ഹമാസിന്റെ പുതിയ നീക്കം. ഇസ്രായേൽ സൈന്യത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സുകളും മിലിറ്ററി ബാരക്കുകളും ലക്ഷ്യം വെച്ചായിരുന്നു ഹമാസിന്റെ നീക്കം. ഹമാസ് വടക്കൻ ഇസ്രായേലിലും പുതിയ ആക്രമണത്തോടെ യുദ്ധമുഖം തുറന്നിരിക്കുകയാണ്. ഗാസയിൽ പോരാട്ടം മുറുകിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ലെബനോനിൽ നിന്നും ഹമാസിന്റെ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഹമാസിന്റെ സായുധ സേനയായ അൽ ഖ്വസം ബ്രിഗേഡ് വടക്കൻ ഇസ്രയേലിൽ മിസൈൽ ആക്രമണം നടത്തിയതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. 40ഓളം ഗ്രാഡ് മിസൈലുകളാണ് ഹമാസ് വിക്ഷേപിച്ചത്. സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ചെടുത്ത വാഹനങ്ങളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ഈ ചെറു മിസൈലുകൾ ഒരുമിച്ച് പ്രയോഗിച്ചാൽ 600 മീറ്റർ പ്രദേശം തന്നെ ചുട്ടരിക്കാൻ കഴിയും. ഇത്തരത്തിൽ ബെയ്ത്ത് ഹിലാൽ പ്രദേശത്തെ ഇസ്രയേലിന്റെ ഒരു ഈസ്റ്റേൺ ബ്രിഗേഡ് സൈനിക കേന്ദ്രം പൂർണ്ണമായും തകർത്തതായി ഹമാസ് അവകാശപ്പെടുന്നുണ്ട്. കൂടാതെ പ്രദേശത്തെ ഇസ്രയേലിന്റെ എയർപോർട്ട് സൈനിക ബാരക്കുകളും ഹമാസിന്റെ മിസൈൽ പതിച്ചതായി റിപ്പോർട്ടുണ്ട്. ഗാസയിൽ ഇസ്രയേൽ സൈന്യം നിരപരാധികളായ പലസ്തീനികളെ കൊന്നൊടുക്കുന്നതിലുള്ള പ്രതികാര നടപടിയാണ് ഇതെന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത്. അതോടൊപ്പം ഹമാസിന്റെ നേതാക്കളെയും ഹിസ്ബുള്ള പ്രവർത്തകരെയും ഇസ്രയേൽ വധിച്ചതിനെ തുടർന്നാണ് പുതിയ ആക്രമണമെന്നും പറയപ്പെടുന്നു. ലെബനോനിലെ അൽബേക്ക് നഗരത്തിൽ 2 ദിവസം മുമ്പ് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ കമാൻഡർ ഹസൻ ഹുസൈൻ സലാമി കൊല്ലപ്പെട്ടിരുന്നു. ഗാസയിൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് ഇസ്രയേൽ ലെബനോനിൽ വ്യോമാക്രമണം നടത്തുന്നത്. ഇസ്രയേലി ആക്രമണത്തിന്റെ ഏരിയൽ ദൃശ്യങ്ങൾ എക്സിലൂടെ ഇസ്രയേലി സൈന്യം പുറത്തുവിട്ടിരുന്നു. ലെബനോനിൽ നിന്ന് വീണ്ടും ആക്രമണം ഉണ്ടായതായി ഇസ്രയേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഹമാസ് ആണ് മേഖലയിൽ നിന്ന് തങ്ങളെ ആക്രമിച്ചതെന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടില്ല. ഒക്ടോബർ അവസാനം ഇസ്രയേൽ ഗാസയിൽ ആക്രമിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ലെബനോനിൽ നിന്നും ഹമാസിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ളയും ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ നിന്ന് മിസൈൽ ആക്രമണം തുടങ്ങിയിരുന്നു. ഹിസ്ബുള്ളയുടെ ആക്രമണവും ഇസ്രയേലിന്റെ പ്രത്യാക്രമണവും ദിവസേന തുടരുന്നതിനൊപ്പമാണ് ഹമാസിന്റെയും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഗാസയെ ഇസ്രായേൽ വളഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇസ്രായേലിനെയും വളഞ്ഞാക്രമിക്കുവാനാണ് ഹമാസിന്റെ പദ്ധതി എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. പൊതുശത്രുവിനെതിരെ വിവിധ സായുധ സംഘടനകൾ ഒന്നിക്കുന്ന കാഴ്ചയാണ് മിഡിൽ ഈസ്റ്റിൽ കാണാനാകുന്നത്.